ഇതിൽ പോർട്ട് അധികൃതർ പറയുന്നത് 70 കമ്മീഷനിൽ കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാൽ 74% ഓഹരി വിൽക്കാൻ MOU സംസ്ഥാന സർക്കാരുമായിട്ടുള്ള ധാരണാപത്രത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ഈ പ്രതിപക്ഷം അടക്കം പറയുന്നത് 25% എന്ന കണക്ക് നിർമ്മാണം തുടങ്ങി കമ്മീഷൻ കഴിഞ്ഞ് 1 വർഷം വരെ ഈ 25% ഓഹരി കൈമാറ്റമേ പറ്റൂ. കമ്മീഷൻ 2023 ഡിസംബർ 3 കഴിഞ്ഞു. 2024 തൊട്ട് 74% ഓഹരി വിൽക്കാൻ സർക്കാരുമായിട്ടുള്ള ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിയുമെന്നാണ് പോർട്ട് അധികൃതർ പറയുന്നത്. ഇന്നലെ പ്രസക്തമായ ഭാഗം സഭയിൽ പറഞ്ഞല്ലോ. ഞാൻ മാത്രമല്ല പറഞ്ഞത്, മുഖ്യമന്ത്രിയും പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഇന്നലെ സഭയിൽ വന്ന കാര്യങ്ങൾ എടുത്താൽ ഒരു തർക്ക വിഷയമല്ല, എല്ലാവർക്കും വ്യക്തതയുള്ള കാര്യമാണ് അഗ്രിമെൻ്റ്. അത്തരമൊരു കാര്യത്തിന് മുൻകൂർ അനുമതി ആവശ്യമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അഗ്രിമെന്റ് പ്രകാരം മൊത്തം ഓഹരിയുടെ 49% അതോ അദാനി ഹോൾഡ് ചെയ്ത് ഓഹരികളുടെ 49% വിൽക്കുന്നതിനാണോ, ഈ 25% വിൽക്കുന്നതിനാണോ ഇത് വേണ്ടത്? ഇപ്പൊ അവരുടെ കയ്യിലുള്ള ഷെയറിന്റെ കാര്യമാണ് പറഞ്ഞത്. അവരുടെ കയ്യിലുള്ള ഷെയറിന്റെ 49% ഇപ്പോൾ അവർ കൊടുത്തിട്ടുള്ളത്. അനുമതി വേണമെന്നാണ്. അതെ 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 അതെ. പറയുന്നത് ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുള്ള ഓഹരി കൈമാറ്റമല്ല, വിഴിഞ്ഞം രൂപീകരിക്കാൻ വേണ്ടി രൂപീകരിച്ച കമ്പനി ഉണ്ടല്ലോ, അദാനി വിഴിഞ്ഞം പ്രൈവറ്റ് കമ്പനി, അതിന്റെ 100% ഓഹരിയും ഇപ്പോൾ പൂർണ്ണമായിട്ടും അത് അദാനിയുടെ കമ്പനിയാണ്. അതിനകത്താണ് 49% MSC ഷിപ്പിംഗ് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. അല്ല, ഇതുമായി ബന്ധപ്പെട്ട ഷെയറിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു കമ്പനി ഉണ്ടല്ലോ അവരുടെ, അദാനിക്ക് പല കമ്പനികളുണ്ടല്ലോ. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത അദാനി കമ്പനിയുണ്ട്. ആ അദാനി കമ്പനിയുടെ ഷെയർ മറ്റൊരു കൂട്ടർക്ക് കൈമാറുകയാണെങ്കിൽ അത് 25%-ൽ കൂടുതലാണെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണമെന്നുള്ളതാണ് കൃത്യമായി വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അത് ഓണർഷിപ്പ് മാറ്റായിട്ട് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് കാര്യം. ഓ എല്ലാ സർക്കാർ ഇക്കാര്യത്തിൽ അദാനിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാൻ പാടില്ല. ഇതിന് മുൻകൂർ അനുമതി ഇല്ലാതെ നടപടികളിലേക്ക് അവർ നീങ്ങിയിരിക്കുന്നു. അത് നിരസിക്കേണ്ടതാണ്, ഒരു തരത്തിലും അംഗീകരിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ കൃത്യമായിട്ട്. അതായത് ഇത്തരം ഇതുപോലൊരു കമ്പനി ഈ നടപടികളിലേക്ക് നീങ്ങി എന്നിപ്പോൾ വ്യക്തമായിരിക്കുന്നു. അത് തീർത്തും വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ടാണ്. ആ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി നീങ്ങാൻ എങ്ങനെ ധൈര്യം കിട്ടി? അപ്പോൾ ഏതോ തരത്തിൽ നടക്കാൻ പാടില്ലാത്ത എന്തോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അത് അത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അദാനി പോർട്ട് പറയുന്നത് മുന്ദ്ര തുറമുഖത്ത് എന്താണ് സംഭവം, മുന്ദ്രയിലും അദാനിയുടെ അധീനതയിലുള്ളതാണ്. അതുപോലെയാണ് വിഴിഞ്ഞം തുറമുഖത്തിൽ അവരുടെ 100% ഷെയറിൽ നിന്നാണ് ഇത് കൊടുത്തതെന്നാണ്. അതിലൊരു അസാധാരണമായിട്ടൊന്നുമില്ല എന്നാണ് അദാനി പോർട്ട് പറയുന്നത്. ഇതിപ്പോ സെബി അംഗീകാരവും കൊടുത്തിട്ടുണ്ട്. ഈ നിയമപരമായി സാങ്കേതികത്വം മാത്രമേ ഉള്ളൂ. അപ്പോ അവരുടെ ഈ ഷെയറിൽ നിന്ന് കൊടുക്കുന്നതിന് എന്താണ് തടസ്സം? മുദ്ര കമ്പനി എന്ന് പറയുന്നത് അവരുടെ സ്വന്തം കമ്പനിയാണ്. ഇനി ഞാൻ പറയട്ടെ. അതായത് അദാനിക്ക് ധാരാളം കമ്പനികളുണ്ട്. ആ കമ്പനികളിൽ അവരിഷ്ടം പോലെ അവരുടെ ഷെയർ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നതിന് നമുക്ക് ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. വിഴിഞ്ഞം അദാനിയെ കൺസെഷനായിട്ട് കാണുമ്പോൾ ആ കൺസെഷൻ എഗ്രിമെൻറ്റിൽ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്, ഇവിടെ 25%-ലധികം ഷെയർ മറ്റേതെങ്കിലും ആൾക്ക് കൊടുക്കുന്നുവെങ്കിൽ, മറ്റേതെങ്കിലും കമ്പനിക്ക് കൊടുക്കുന്നുവെങ്കിൽ അത് ഓണർഷിപ്പ് ചേഞ്ചായിട്ട് പരിഗണിക്കപ്പെടും. അതിന് മുൻകൂർ അനുമതി സംസ്ഥാന ഗവൺമെൻറ് ഇത് വേണം. ഇത് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്, അഗ്രിമെൻറ്റ് രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്. അത്തരമൊരു കാര്യം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടപടികൾ നീങ്ങിയിട്ടുള്ളത്. അതാണ് കാണേണ്ടത്. അല്ല, LDF സർക്കാരിൻ്റെ മുമ്പ് തന്നെ ഇത്തരം അഗ്രിമെൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ. സാധാരണഗതിയിൽ ഈ അഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നീക്കിയാൽ ഈ അദാനിക്ക് അങ്ങനെ പോകാൻ കഴിയില്ലല്ലോ.
അത് നിയമവ്യവസ്ഥയുടെ ലംഘനം വന്നാൽ എങ്ങനെയെന്നുള്ളത് നമ്മൾ പരിശോധിക്കണമല്ലോ. അത് ഈ കുത്തകവൽക്കരണത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ ഈ MSC ഇപ്പൊ അവിടെ 1000-ലധികം കപ്പലുകൾ വന്നു. അതിന് 1000-ഓളം കപ്പലുകൾ MSCയുടേതാണ്. അപ്പോൾ ഓൾറെഡി അവിടെ അങ്ങനെ ഒരു കുത്തകവൽക്കരണം അവർ നടത്തിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. അത് സാധാരണഗതിയിൽ ടെർമിനൽ നോക്കിയാൽ ഇന്നത്തെ നിലയിൽ ഒരു ടെർമിനലാണല്ലോ നമ്മൾ നല്ല രീതിയിൽ വികസിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഘട്ടം ഘട്ടമായിട്ട് ഇത് വികസിപ്പിക്കാൻ പോവുകയാണല്ലോ. ആ ഘട്ടം ഘട്ടമായി വികസിപ്പിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ കമ്പനികൾക്ക് ഇവിടെ വരാൻ സാധിക്കും. അവർക്കെല്ലാം പ്രത്യേകം ടെർമിനൽ ഉണ്ടാകും. വലിയ വികസനമല്ലേ വരാൻ പോകുന്നത്, ഇതിവിടെ നിൽക്കുകയല്ലോ. അപ്പോൾ ആ വൻപിച്ച വികസനം വരുന്ന ഘട്ടത്തിൽ ഈ MSCയെ പോലുള്ള ഒട്ടേറെ കമ്പനികൾ തന്നെ ഇങ്ങോട്ട് വരും. അവർക്ക് ചിലപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് തന്നെ ഒരു ടെർമിനൽ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയെല്ലാമുള്ള സാധ്യതകളിലേക്കാണ് വിഴിഞ്ഞം പോകുന്നത്. അത് മുഴുവൻ തടയപ്പെടുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടാകുക. അതാണ് പ്രശ്നം. പ്രതിപക്ഷം MSC പോലുള്ള കമ്പനി ഈ വിദേശ നിക്ഷേപം നടത്തുന്നതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് പ്രതിപക്ഷത്തിലുണ്ടോ? അല്ല, ഇവിടെ പ്രശ്നം അദാനി ഗ്രൂപ്പുമായിട്ടുള്ള കരാറാണ്. MSC നമ്മുടെ ചിത്രത്തിലില്ല. MSC ആയിട്ടുള്ള പ്രശ്നമല്ല ഇത് ഉന്നയിക്കുന്നത്. MSCക്കെതിരെ സർക്കാർ ഒരു കേസുണ്ടല്ലോ, അത് നിങ്ങൾക്കറിയാലോ. മറ്റേ അപകടം ഉണ്ടായതിനെ പറ്റിയുള്ള കേസ് നിലനിൽക്കുന്നുണ്ടല്ലോ. അത് നിലനിൽക്കുന്നതും അത് പരിഹാരം കാണേണ്ട കാര്യമാണ്, അത് വേറെ. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ടല്ല ഇത് പറയുന്നത്. ഇത് പറയുന്നത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യത്തിൽ നിയതമായ നിലപാടുകൾ മാത്രമേ സ്വീകരിച്ചു പോകാൻ പാടുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തത വരുന്നു, അതിനെയാണ് എതിർക്കുന്നത്. മറ്റ് കമ്പനികൾക്ക് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞില്ല. LDF സർക്കാരിന്റെ കാലത്താണ് MSCക്ക് സ്ഥിര സർവീസ് വരുന്നത്. അതിനുള്ള രാത്രി ആഘോഷമൊക്കെ ആയിരുന്നു. സ്ഥിര സർവീസ് അല്ല, നിങ്ങൾ വായിൻ്റെ എടുക്കുന്ന കൈ എടുത്തിട്ട് പറ. MSCക്ക് സ്ഥിര സർവീസ് വരുന്നത്. അപ്പോ MSCയുടെ സ്ഥിര സർവീസ് വന്നതിന് ശേഷം അവിടെ മറ്റു കമ്പനികളുടെ കപ്പലുകൾക്ക് വരാൻ സാധിക്കില്ല. അത് സാങ്കേതികമായിട്ടുള്ള പ്രശ്നം കൂടിയാണ്. അപ്പോൾ താങ്കളുടെ സർക്കാർ ഉണ്ടാകുന്ന സമയത്താണ് അതിനും അനുമതി കൊടുക്കുന്നത് സ്ഥിര സർവീസ് വരാനായിട്ട്. MSC കമ്പനിക്ക് കരാർ ഇവിടെ വരാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണ് നിങ്ങൾ പറയുന്നത്? MSC കമ്പനി ഇപ്പോൾ വരട്ടെ, അവരുടെ കപ്പലുകൾ ഇവിടെ വരട്ടെ, നല്ലതുപോലെ വന്നോട്ടെ. പക്ഷേ നമ്മൾ കാണേണ്ടത് MSC കമ്പനി മാത്രമല്ല, ലോകത്ത് വലിയ കപ്പൽ കമ്പനി, ലോകത്തുള്ള അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമുക്കിപ്പോൾ ഉള്ള ടെർമിനൽ, വികസിപ്പിച്ച ടെർമിനൽ അത്രയേ ഉള്ളൂ. എന്നാൽ നമ്മൾ അവിടെ നിൽക്കാനല്ല പോകുന്നത്. ഭാവിയിൽ മറ്റ് ടെർമിനലുകൾ നമ്മൾ വികസിപ്പിക്കും. അതിനുള്ള പരിപാടികളാണ് ഇപ്പോൾ തന്നെ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതാണ് അദാനി അടക്കം സമ്മതിച്ചിട്ടുള്ള കാര്യവും. അതിൽ നിന്ന് മാറിപ്പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു കാര്യം, കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിൽ ഇപ്പോൾ വി.ഡി. സതീശൻ സർക്കാർ ആർ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ടിന് അനുമതി കൊടുത്തിട്ടുണ്ട്. താങ്കളുടെ സർക്കാർ അത് 3 തവണ അനുമതി കൊടുക്കാതിരുന്നതാണ്. അപ്പോൾ അത് അഴിമതിയാണെന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ വി.ഡി. സതീശൻ സർക്കാർ കൊടുത്തത്. എന്തുകൊണ്ടാണ് അന്ന് LDF കൊടുക്കാതിരുന്നത്? ഞങ്ങൾ അന്നത്തെ ഘട്ടത്തിൽ അത് കൊടുക്കേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിരുന്നത്. അതിപ്പോൾ ഇവർ കൊടുത്തല്ലോ, അത് നടക്കട്ടെ.